ഫാദർ നോബിൾ തോമസ് പാറയ്ക്കൽ ക്രൂശിക്കപ്പെടുകയാണ്. തന്റെ മുന്നിലെത്തുന്ന ഏതു വിഷയങ്ങളിലും മുഖം നോക്കാതെ പ്രതികരിച്ചിരുന്ന ഒരു വൈദികൻ ഒരു പെറ്റി കേസിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുകയാണ്. അത് ചില തീവ്രവാദ സംഘടനകൾ, ചില ചാനലുകൾ ആഘോഷമാക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ പിന്തുണ ഈ വിഷയത്തിൽ ഫാദർ നോബിൾ തോമസ് പാറയ്ക്കലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഭൂരിപക്ഷം ആളുകളും പോലീസിന്റെ ആൽക്കോമീറ്ററിനെ കുറിച്ച് വ്യക്തമായി അറിയുന്നവർ, അനുഭവങ്ങളുള്ളവർ. വലിയ തമാശകൾ ആൽക്കോമീറ്ററിന്റെ പേരിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ചക്കപ്പഴം സുഹൃത്തുക്കൾക്ക് കൊടുത്ത് അവരത് കഴിച്ചതിന്റെ പേരിൽ KSRTC ഡ്രൈവർമാരെ മദ്യപാനികളാക്കിയ ആൽക്കോമീറ്റർ അത് പണ്ടേ മിടുക്കന. തനിക്കെതിരെയുള്ള FIR ഫാദർ നോബിൾ തോമസ് പാറയ്ക്കൽ നിഷേധിച്ചിട്ടില്ല. രാജ്യമനുശാസിക്കുന്ന ഏത് നിയമപ്രകാരവുമുള്ള പെനാൽറ്റി അതടയ്ക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുറിപ്പിൽ ഒന്നാണ് ഉണ്ടായിരുന്നത്, താൻ മദ്യപിക്കുന്ന ആളല്ല, മദ്യപിച്ചിരുന്നില്ല. എന്നാൽ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതൊരു പക്ഷേ ആ കേസെടുത്ത ഉദ്യോഗസ്ഥനും അവിടെ ഉണ്ടായിരുന്നവർക്കും മനസ്സിലായിരിക്കും. എവിടെയോ മറഞ്ഞു പോകുമായിരുന്ന ഒരു കേസ് പെറ്റിയടയ്ക്കാൻ വന്നത് ഒരു വൈദികനായി എന്നതിനാൽ മാത്രം ഇത്രയേറെ അടുപ്പ് കൂട്ടി ആഘോഷിക്കപ്പെടുമ്പോൾ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഒരു FIR ഉണ്ടായിട്ടും ആ വൈദികന് അനുകൂലമായി സംസാരിക്കാൻ ഒരുപാട് പേർ രംഗത്ത് വരുന്നത്. ഒരു പെറ്റിക്കേസിൽ മാത്രം ഒതുങ്ങേണ്ടിയിരുന്ന ഈ വിഷയം ഇത്രയേറെ കത്തിച്ചതിന് പിന്നിൽ അച്ഛനെ വളരെ അടുത്തറിയുന്നവരും ക്രൈസ്തവരായ ചിലരുമുണ്ട് എന്നത് അച്ഛന്റെ രണ്ടാമത്തെ കുറിപ്പിൽ തന്നെ വ്യക്തമാണ്. അച്ഛന്റെ കുറിപ്പിൽ പറയുന്നു, എന്റെ പേഴ്സണൽ ബാഗിൽ ഒരാളും കണ്ടിട്ടില്ലാതെ കിടന്നിരുന്ന യൂണിവേഴ്സിറ്റി ID കാർഡിന്റെ HD ക്ലാരിറ്റിയുള്ള ഫോട്ടോ എന്നെ പ്രത്യേകം സ്നേഹിക്കുന്നവരുമായി പങ്കുവെച്ചു കൊടുത്ത ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്ന്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അച്ഛൻ ചൂണ്ടിക്കാണിച്ച പരിശുദ്ധ സുഹൃത്ത് ഗണങ്ങൾ ഉണ്ടാവാം. അതിൽ ഇത്തരം ഒറ്റുകാരുമുണ്ടാവാം. ഏതായാലും അവരാഗ്രഹിച്ചതുപോലെ ഇതൊരു വലിയ വാർത്തയായി കഴിഞ്ഞു. ഈ വിഷയത്തിൽ സന്യാസിനിയായ സിസ്റ്റർ സോണിയ ചാക്കോയുടെ കുറിപ്പിങ്ങനെയാണ്: എന്തിനേയും ആരെയും ഏത് കേസിലും ഉൾപ്പെടുത്താം എന്ന് ഛത്തീസ്ഗഡ് കേസ് നമ്മെ ചിന്തിപ്പിച്ചു, പ്രതിഷേധിച്ചു, ഒപ്പം തെളിയിച്ചു. അതറിഞ്ഞ് ആ നിഷ്കളങ്കരായ സന്യസ്തർക്കൊപ്പം നിന്നു. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയ്ക്ക് ആഘോഷമാണ്. കാരണം സഭയിലും സമൂഹത്തിലും നടമാടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും ഏറ്റവും ശക്തവും വ്യക്തവുമായി പ്രതികരിച്ച യുവവൈദികനാണ് ഫാദർ നോബിൾ തോമസ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ്. എന്താ ആഘോഷം? എത്രയേറ് കൊണ്ടാലും മുറിവേൽക്കില്ലാത്ത മാവാണ് ആ മനുഷ്യൻ. പ്രതികരിക്കാൻ ഒരു യുവവൈദികന്റെ പേര് അറിയാമെങ്കിൽ ആരുടെ പേര് എന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിൽ വരുന്നത് നോബിളച്ചനാണ്. അച്ഛനെ എയറിലാക്കാൻ ഒരവസരം കാത്തിരുന്നവർക്ക് ഒരു സുവർണാവസരം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ആഘോഷിക്കുക എന്ന്. ഈ വിഷയത്തിൽ കാസ നടത്തിയിരിക്കുന്ന ചില പ്രതികരണങ്ങൾ നോക്കുക. വൈദികനെതിരെ എടുത്തിരിക്കുന്നത് ഒരു സാധാരണ പെറ്റിക്കേസ് മാത്രമാണ്. ഇവിടെ സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്ന് ദൈവകൽപ്പന പോലെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്ന മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുകയാണ് ഫാദർ നോബിൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കേസ് ഇല്ലാതാക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം വാഗ്ദാനം ചെയ്തിട്ടില്ല. എല്ലാവിധ ബന്ധങ്ങളുമുള്ള മാനന്തവാടി രൂപതയിലെ ഒരു വൈദികൻ എന്ന നിലയിൽ കേസ് ഇല്ലാതാക്കുന്നതിനായി രാഷ്ട്രീയ സ്വാധീനം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മേലധികാരികളായ സഭാ നേതൃത്വത്തെ ഉപയോഗിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് അദ്ദേഹം രാജ്യത്തെ നിയമത്തെ അനുസരിച്ചുകൊണ്ട് നിയമത്തിന്റെ വഴിയിൽ കൂടി പോകാനാണ് തയ്യാറായിരിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? ഫാദർ നോബിൾ തോമസിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ പ്രകാരമുള്ള ഒരു കേസിൽ സാധാരണ കോടതി വഴിയാണ് തീർക്കാൻ തീരുമാനിക്കുന്നത് എങ്കിൽ കേസ് കോടതിയിൽ എത്തുന്ന ദിവസം പ്രതിക്കൂട്ടിൽ നിന്ന് കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുകയും ഒപ്പം 500 രൂപ ഫൈൻ അടക്കേണ്ടി വരികയും ചിലപ്പോൾ അന്ന് വൈകുന്നേരം കോടതി പിരിയുന്നത് വരെ ഒരു ശിക്ഷ എന്ന നിലയിൽ അവിടെ നിൽക്കേണ്ടതായും വരും. അല്ലെങ്കിൽ 5000 രൂപ ഫൈൻ അടച്ചാൽ കോടതി കയറാതെ ഈ കേസ് തീർക്കാനാവും. അത്രയേ ഉള്ളൂ ഫാദർ നോബിൾ തോമസ് പാറയ്ക്കലിനെതിരെയുള്ള കേസ്. അല്ലാതെ ഫാദർ നോബിൾ തോമസ് സബ്സിഡിയിലൂടെ വിശുദ്ധനാട് സന്ദർശിക്കാൻ പോയി തിരിച്ചു വരുന്ന വഴിക്ക് മലദ്വാരത്തിൽ സ്വർണം കടത്തിക്കൊണ്ട് വന്നിട്ടില്ല. മതപഠന ക്ലാസുകളിൽ രാവിലെ മതം പഠിക്കാൻ വരുന്ന 5ഉം 6ഉം വയസ്സുള്ള പിള്ളേരെ പീഡിപ്പിച്ചിട്ടില്ല. നടുവുവേദനയ്ക്ക് ചരട് മന്ത്രിച്ചോതി അരയിൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സയുടെ മറവിൽ ഒരു വീട്ടമ്മയെയും ബലാത്സംഗം ചെയ്തിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഫാദർ നോബിൾ തോമസ് പാറയ്ക്കൽ എന്ന ഈ വൈദികനെതിരെ ഒരു പെറ്റി കേസിന്റെ പേരിൽ ഇത്രയധികം ആഘോഷമുണ്ടാവുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, അയാൾ അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വൈദികനാണ്. അദ്ദേഹത്തെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഒതുക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിരവധി പേർ സത്യാവസ്ഥ മനസ്സിലാക്കി അച്ഛന് പിന്തുണയുമായി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും രംഗത്ത് വന്നിരിക്കുന്നത്. അവരെല്ലാം പ്രതികരിക്കേണ്ടി വന്നതും അച്ഛൻ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഭാഗം വീണ്ടും വീണ്ടും എഴുതേണ്ടി വരുന്നതും.